ഇടുക്കി അടിമാലിയിൽ പീഡനത്തിനിരയായി ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്ന 15 വയസ്സുകാരിയെ കാണാതായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതലാണ് കുട്ടിയെ കാണാതായത്. തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, വലിയൊരു സംഭവം തന്നെയാണ്. ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്ന 15 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. എന്തെങ്കിലും കുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ശ്രുതി, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുമായി സെക്യൂരിറ്റി ജീവനക്കാർ പരീക്ഷ എഴുതാൻ വേണ്ടി പോയത്. തിരികെ വരുന്ന വഴിയിലാണ് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഉറങ്ങിപ്പോയതാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആ സമയത്താണ് തൊടുപുഴയ്ക്കും പൈനാവിനും ഇടയിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ മാസം ായിരുന്നു ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. കാരണം ഈ പെൺകുട്ടി അടിമാലിയിൽ നിന്ന് കാണാതാവുകയും പിന്നീട് കോതമംഗലത്ത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ ഈ കൗൺസിലിംഗിലും അന്വേഷണത്തിലുമായിരുന്നു പെൺകുട്ടി പീഡനത്തിനിരയായ വിവരം അറിഞ്ഞത്. പിന്നീട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിൽ 3 പേര് ഇപ്പോൾ റിമാൻഡിലാണ്, 2 പേര് പ്രായപൂർത്തിയാകാത്തവരാണ്. ഏതായാലും ഇന്നലെ ഈ പെൺകുട്ടിയെ കാണാതായത് മുതൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും തന്നെ പോലീസ് പല മേഖലകളും, അതായത് കുട്ടി പോകാനിടയുള്ള ബന്ധുക്കളുടെ വീടും അതുപോലെ സുഹൃത്തുക്കളുടെ വീടും എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായാലും പെൺകുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെ പോയ പെൺകുട്ടി എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണം എല്ലാം തന്നെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുവീടുകളിലെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശ്രുതി, ബിനീഷ്, ഈ ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്ന കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ഈ ഷെൽട്ടർ ഹോമിലെ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കില്ലേ? ഈ ഷെൽട്ടർ ഹോമിൽ സുരക്ഷിത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ കുട്ടി എങ്ങോട്ട് പോകാനാണ് സാധ്യത? എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ എന്തോ കുട്ടിയെ അലട്ടിയിട്ട് ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കുട്ടിക്കുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ഗുരുതര വീഴ്ച ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ പീഡനത്തിന് ഇരയായ ശേഷം 15-കാരിയെ ഈ ചൈൽഡ് ലൈൻ വെൽഫെയറിന്റെ കീഴിലുള്ള ഷെൽട്ടർ ഹോമിലാണ് താമസിച്ചു വരുന്നത്. ഇന്നലെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയതാണ് സുരക്ഷാ ജീവനക്കാരടക്കം. എന്നാൽ തിരികെ വരുന്ന വഴിക്ക് സുരക്ഷാ ജീവനക്കാർ ഉറങ്ങിപ്പോയതിനാലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ആ പൈനാവിനും തൊടുപുഴയ്ക്കും ഇടയിൽ വെച്ചാണ് കുട്ടിയെ കാണാതാവുന്നത്. ഉടനെ തന്നെ പോലീസ് വിവരം അറിയിക്കും, പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കാരണം കൂടുതലായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രഹസ്യമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടാതെ തന്നെ രഹസ്യമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങൾ, അതായത് ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് അവിടെയെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് എന്ന് വേണം നമുക്ക് പറയാൻ. ശ്രുതി, വ്യക്തമാണ്. ഇടുക്കി അടിമാലിയിൽ പീഡനത്തിനിരയായി ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്ന 15 വയസ്സുകാരിയാണ് ഇന്നലെ കാണാതായിരിക്കുന്നത്. കുട്ടിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. തൊടുപുഴ പോലീസ് അന്വേഷണം നടക്കുകയാണ്. കുട്ടിയെ പരീക്ഷയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ സുരക്ഷാ ജീവനക്കാർ ഉറങ്ങിപ്പോയതാണ് കുട്ടി ഇങ്ങനെ ഉണ്ടായതെന്നാണ് പറയുന്നത്. വിശദാംശങ്ങളാണ് ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി നൽകിയത്.